ഹലോ എവ്രി വൺ. ഇന്ന് ഗ്യാൻ ദീപത്തിൻ്റെ ഒരു സെഷൻ എന്ന് പറയുന്നത് ടീച്ചേഴ്സിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മൾ ഗ്യാൻ ദീപത്തിലിടുന്ന അടുത്തിട്ടിട്ടുള്ള എല്ലാ വീഡിയോസും നമ്മുടെ ഓൺലൈൻ സെഷൻ എങ്ങനെ ഇഫക്റ്റീവ് ആക്കാം എന്നുള്ളതിൻ്റെ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് കിട്ടുന്ന ഔട്ട്പുട്ട്സാണ് നമ്മുടെ ഗ്യാൻ ദീപത്തിൽ കാണുന്നത്. അപ്പോൾ മെൻറ്റിമീറ്റർ എന്നുള്ള അമേസിങ് ടൂൾ ഉപയോഗിച്ചപ്പോൾ വളരെ ഇഫക്റ്റീവായിരുന്നു. ടീച്ചേഴ്സിനും അത് ഭയങ്കര ഇഷ്ടമായി. പക്ഷേ ഇത് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒരു സജഷൻ ചോദിക്കുകയുണ്ടായി. ടീച്ചേഴ്സ് മൊബൈലിൽ ഓൺലൈൻ സെഷൻ ഹാൻഡിൽ ചെയ്യുന്നവരുണ്ട്. അവർക്ക് എങ്ങനെയാണ് മെൻറ്റിമീറ്റർ എന്നുള്ള ടൂളിൻ്റെ ഫീച്ചേഴ്സ് ആക്സസ് ചെയ്യാൻ പറ്റുക? അപ്പോൾ പ്ലേ സ്റ്റോറിൽ നോക്കുമ്പോൾ അത് സ്റ്റുഡൻറ്റ് വേർഷനായിട്ടാണ് കാണുന്നത്. സ്റ്റുഡൻറ്റിൻ്റെ വേർഷനായിട്ടാണ്, അതായത് എൻ്റർ ദ കോഡ് ടു വോട്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് വരുന്നത്. അപ്പം ഞാനിതിൽ കാണിച്ചു തരാം. പ്ലേ സ്റ്റോറിലാണല്ലോ സാധാരണ മൊബൈലിൽ എപ്പോഴും നമ്മൾ നോക്കുമ്പോൾ പ്ലേ സ്റ്റോറിലാണ് നമ്മളെല്ലാം ഡൗൺലോഡ് ചെയ്യുക. അപ്പം ഞാനിത് ഇൻസ്റ്റാൾ ചെയ്ത് കാണിച്ചു തരാം എന്താണ് ഡിഫറൻസ്. അപ്പോൾ ഇങ്ങനെ മൊബൈലിൽ യൂസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സ് ഫുള്ളായിട്ട് ആപ്പായിട്ട് എടുക്കുമ്പോൾ ലഭിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എങ്ങനെ നമുക്ക് മെൻറ്റിമീറ്ററിൻ്റെ എല്ലാ ഫീച്ചേഴ്സും ബേസിക് വേർഷനിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും എങ്ങനെ ടീച്ചേഴ്സിന് ഉപകരിക്കുന്ന രീതിയിൽ ലഭിക്കാൻ കഴിയും എന്നത് കണ്ടെത്തി എൻ്റെ കൂടെയുള്ള എൻ്റെ ടീച്ചേഴ്സിന് എല്ലാ ടീച്ചേഴ്സിനും വേണ്ടിയിട്ടാണ് ഈ ഒരു സെഷൻ സമർപ്പിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ മെൻറ്റിമീറ്റർ ഇൻസ്റ്റാൾ ചെയ്ത് കാണിക്കുക. അപ്പോൾ പൊതുവേ നമ്മൾ ആൻഡ്രോയിഡ് ഫോണിൽ ഏത് ആപ്ലിക്കേഷൻ വേണമെങ്കിലും പ്ലേ സ്റ്റോറിലാണ് ആദ്യം ചെല്ലുക. നമ്മൾ എന്താണോ വേണ്ടത് വെച്ചെങ്കിൽ അതാണ് നമ്മൾ സെർച്ച് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് ആ ഫീച്ചേഴ്സ് അവൈലബിൾ ആവും. അപ്പം ഇവിടെ ഇപ്പോൾ ഇൻസ്റ്റലേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം അതിൻ്റെ ഫീച്ചർ എങ്ങനെയാണ് ലഭിക്കുന്നത്, ഫുൾ ഫീച്ചർ ലഭിക്കുന്നുണ്ടോ എന്ന് നോക്കാം. ഇപ്പോൾ ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിങ്ങനെയാണ് വരുന്നത്. നോക്കൂ, നമ്മളുടെ ഇതിൽ വരുന്ന വേർഷൻ എൻ്റർ ദ കോഡ് എന്നാണ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോഡ് വെച്ചിട്ട് സ്റ്റുഡൻറ്റിന് കയറാൻ പാകത്തിലുള്ളതാണ്. അല്ലാതെ നമ്മൾക്ക് മെൻറ്റിമീറ്ററിലേക്ക് കയറാനുള്ള ഒരു സാധ്യത ഇതിലില്ല. എന്താണോ കോഡ്, ആ കോഡ് അടിച്ചിട്ട് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ, അപ്പോൾ ഇത് സ്റ്റുഡൻറ്റ് വേർഷനായിട്ടാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ ഇതിൽ വേറൊരു ഓപ്ഷനും അവൈലബിൾ അല്ല. സോ ഇത് നമുക്ക് ടീച്ചേഴ്സിന് ഒരിക്കലും ഉപകാരപ്പെടുന്നില്ല. കാരണം ടീച്ചേഴ്സിനാവുമ്പോൾ ആ ഫീച്ചേഴ്സ് വേണമെങ്കിൽ അത് ക്വിസ് നമ്മൾ കണ്ടക്ട് ചെയ്യണമെങ്കിൽ അതെല്ലാം പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ പ്ലേ സ്റ്റോറിൽ പോയിട്ട് സാധാരണ ആപ്പ് സെർച്ച് ചെയ്യുന്നത് പോലെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മെൻറ്റിമീറ്ററിൻ്റെ ഫീച്ചേഴ്സ് ഉപയോഗിച്ചിട്ട് നമ്മുടെ സെഷൻ ഇഫക്റ്റീവ് ആക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് പകരം എൻ്റെ എല്ലാ ടീച്ചേഴ്സിനും ശ്രദ്ധയിൽപ്പെടുത്താനായിട്ട് നിങ്ങളുടെ ആ ഒരു ചെറിയ വിഷമം മാറ്റാനായിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത്. സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. അപ്പോൾ നമ്മൾ പ്ലേ സ്റ്റോറിൽ പോകുന്നതിന് പകരം നമ്മൾ പോകേണ്ടത് നമ്മുടെ ഗൂഗിളിൻ്റെ ക്രോം വേർഷനിലാണ്. ഗൂഗിൾ ക്രോം അല്ലെങ്കിൽ നമ്മുടെ വെബ് ബ്രൗസറിലാണ്. അതിന് നമുക്കറിയാം പല കാര്യങ്ങളും മൊബൈൽ വേർഷനിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സ് കുറയാറുണ്ട്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ചെയ്യാറുള്ളത് ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെസ്ക്ടോപ്പിൽ എങ്ങനെയാണോ ഓപ്പൺ ചെയ്താൽ കാണുന്നത് അതുപോലെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത് നിങ്ങളുടെ അറിവിലേക്ക് അറിയുമായിരിക്കാം. അറിയാത്തവർക്ക് വേണ്ടി പറയാൻ ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്നുള്ള ടിക്ക് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധം ഡെസ്ക്ടോപ്പിൻ്റെ ഒരു അപ്പിയറൻസ് നമുക്ക് ലഭിക്കും. ഇനി ഞാനിവിടെ പറയുന്നത് മെൻറ്റിമീറ്റർ ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നതിന് പകരം ടീച്ചേഴ്സ് അടിക്കേണ്ടത് mentimeter.com എന്ന് ഇവിടെ അടിച്ചാൽ മതിയാവും. ഗോ ടു ദ സ്റ്റാർട്ട് പേജ് എന്നുള്ള ക്ലിക്ക് ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിപ്പോൾ അത് മുന്നേ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്ത പേജായിരുന്നു. അത് സൈൻ ഔട്ട് ചെയ്തപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നോക്കൂ, മൈ പ്രസൻറ്റേഷൻസ് എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. മൈ പ്രസൻറ്റേഷൻ ഓൾറെഡി ഈ ഒരു മെയിൽ ഐ ഡിയിൽ ലോഗിൻ ആയി കിടക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ഞാനിതെല്ലാം ലാപ്പിലാണ് കേട്ടോ ഇതെല്ലാം ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് സൈൻ ഔട്ട് ചെയ്തിട്ട്, ഇതിപ്പോൾ ഞാൻ സൈൻ ഔട്ട് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതിയാവും. ഈ ഒരു ആളുടെ പിക്ചർ കണ്ടില്ലേ, ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതിയാവും. ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ലോഗ് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ആ അക്കൗണ്ടിൽ നിന്ന് ലോഗ് ഔട്ടായി പോകും. ഇങ്ങനെയാണ് ഇപ്പോൾ നിങ്ങൾക്ക് വരിക. ഈ ഒരു ഫ്രണ്ട് പേജ്, ഹോം പേജാണ് വരിക. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഹാപ്പി ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സെയിം ലൈക്ക്
ഇൻ ലാപ്ടോപ്പ്. ഇനി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇനി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്താൽ നിങ്ങൾക്ക് ബോറടിക്കും. എങ്ങനെയാണ് സൈൻ ഇൻ ചെയ്യേണ്ടത്, ബാക്കിയുള്ള പ്രോസസ്സ് എങ്ങനെയാണ് ക്വിസ് കണ്ടക്ട് ചെയ്യുന്നത്, ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചാനലിൽ. അപ്പോൾ ഇതിൻ്റെ എന്തെങ്കിലും സംശയമുള്ളവർ ആ 2 വീഡിയോസിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അതിൽ വിസിറ്റ് ചെയ്താൽ മതിയാവും. അപ്പോൾ എന്നും ഗ്യാൻ ദീപം ടീച്ചേഴ്സിനും എല്ലാ സ്റ്റുഡൻസിനും വേണ്ടി സെൽഫ്ലെസ് ആയിട്ടുള്ള ഹംബിൾ അറ്റംപ്റ്റ്സ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കും. അതിന് നിങ്ങൾ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത് യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങൾ എല്ലാ അധ്യാപകരിലേക്കും എത്തിക്കാൻ ശ്രമിക്കുക. സോ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.